ബിൽഡിംഗ് ഒക്കെ കൊള്ളാം. ഇപ്പോ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വളരെ ഡൗൺ അല്ലേ പ്രതാപൻ സാറേ? കച്ചവടം ഒന്നും നടക്കുന്നില്ലല്ലോ. എന്ത് ഡൗണ്? കാക്കനാടുള്ള ഞങ്ങളുടെ ഫ്ലാറ്റ് പണി പകുതിയായപ്പോൾ തന്നെ കച്ചവടം കഴിയും. ഇപ്പോ തേവരെ ഒരു പ്ലോട്ട് എടുത്തിട്ടുണ്ട്. അവിടെ ഉടനെ പെടുന്നു തുടങ്ങും. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സാങ്ഷൻ കിട്ടുമോ ബ്രദറെ? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കൂടെ ഉള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ? പുള്ളി കമ്മീഷണർ? ആ, എൻ്റെ ഒരു സൈലന്റ് പാർട്ട്ണറാണ്. അതുകൊണ്ട് ആ വക കാര്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാറേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാറേ. കടം കൊടുത്ത കാശ് ചോദിക്കാൻ ചെന്നപ്പോ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി സാറേ. ആ വിഷമം തീർക്കാൻ രണ്ടെണ്ണം അടിക്കാൻ ബാറി ചെന്നപ്പോ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കാൻ നോക്കി സാറേ. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. നീ വലിയ കളിക്കാരനാണെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കളിച്ച് ഇന്നലെ നീ കൈവച്ചത് എൻ്റെ മകന്റെ ദേഹത്താ. എന്നോടും പിള്ളേരോടും കളിച്ച കുറെ പേര് കൊച്ചിക്കായലിൽ മാമോദീസ മുങ്ങി കിടപ്പുണ്ട്. നിനക്കും മുങ്ങണോ? അയ്യോ എന്നെ ഒന്നും ചെയ്യണ്ട സാർ, എന്നെ വെറുതെ ഒന്ന് ഉപദേശിച്ചാൽ മതി. ഞാൻ ചുമ്മാ അങ്ങ് നന്നായിക്കോളും. നീ പോലീസിന്റെ ശരിക്കുള്ള കളി കണ്ടിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കുറെ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് സാറേ. നമ്മളെപ്പോഴും കള്ളനാ, അതാ സേഫ്. അതിൽ പോലീസിന്റെ രീതി നിനക്കറിയാവല്ലോ. കണ്ണടച്ച് 1 മുതൽ 10 വരെ എണ്ണും. അതിനുള്ളിൽ കള്ളനോടാവുന്ന അത്ര ദൂരം ഓടും. കളിക്കാവുന്ന കളികളൊക്കെ കളിക്കും. നീ എന്തൊക്കെ കളികൾ കളിക്കുമെന്ന് കാണാൻ വേണ്ടി ഞാൻ ഒന്ന് കണ്ണടച്ചതാ. നിന്റെ ടൈം കഴിഞ്ഞു. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കില്ല സാറേ. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ബാറ് വെച്ച് നിന്നെ തല്ലി കൊല്ലാൻ നോക്കിയ കാര്യം, ആ കഥയുടെ കിടപ്പെന്താന്ന് നമുക്ക് മുന്നോർക്ക് അറിയാലോ. ഇനി നീ കിട്ടാനുള്ള കാശിന്റെ കണക്കും പറഞ്ഞ് ഞങ്ങളുടെ ആരുടെയെങ്കിലും മുമ്പിൽ വന്ന് നിന്നാൽ. സാറിന്റെ ബെൻസിന് സൺറൂഫ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി അറിയാതെ തുറന്നിട്ടു. ആ പെയ്ത മഴ മുഴുവൻ കാരണത്തായി. കഷ്ടമായിപ്പോയി പാവം കാർ. സാറെന്താ പറഞ്ഞ? ഇനി പറച്ചിലില്ലടാ, ചെയ്ത്ത. വേണ്ട സാറേ, വിട്ടുകളാ. എടാ ബോസേ, തരാനുള്ള കാശ് തന്നാ തീരും. പക്ഷെ നീ അതിന്റെ പേരിൽ കാണിക്കുന്ന ഈ കന്നം തിരിവുണ്ടല്ലോ, അതങ്ങനെ കിടക്കും. അതാണ്, അതറിയിക്കാനാ ഞാനിങ്ങോട്ട് വന്നത്. സാറേ, എന്റെ കണക്ക് ക്ലോസ് ചെയ്യാതെ ഞാൻ കൊച്ചി വിടില്ല. അത് കമ്മീഷണർ തടഞ്ഞാലും ശരി, DGP തടഞ്ഞാലും ശരി. നീ എന്റെ ലൊക്കേഷനിൽ കയറി അലമുണ്ടാക്കിയതും എന്റെ കാറ് കൊണ്ടുപോയതും എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നിന്റെ കണക്കം ക്ലോസ് ചെയ്തു. നീ ഞങ്ങളോട് കാണിച്ച അഭ്യാസം ഞങ്ങളും അങ്ങ് ക്ഷമിച്ചു. അയ്യോ പാവം വിശാല മനസ്കനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. നമസ്കാരം ബ്രോ. നമസ്കാരം ബ്രദർ. എന്റെ സ്വന്തം ബ്രദറിന് എനിക്ക് ഓർമ്മ വരുന്നു. ബ്രദർ ഇത് മേടിക്കാൻ വന്നതാണ്. അതെ ബ്രദർ. എന്റെ പൊന്നു ബ്രദറെ, എന്റെ അവസ്ഥ മനസ്സിലായല്ലോ. നിൽക്കുന്നോ പോകുന്നോ? താങ്ക് യു ബ്രദറെ. വെരി വെരി വെൽക്കം. വാടോ. ആ അപ്പോ വിളിക്കാട്ടോ ബ്രദറെ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് അങ്ങ് ക്ഷമിച്ചേര് സാർ. സുരാ ബോസിനോട് ഇതിൻ്റെ നടക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കുളിച്ചുകൊണ്ടടിക്കാം. കുളി നടക്കും, അടി നടക്കും. താല്പര്യമില്ലേ? വേണ്ട. ഒരു പ്രൊഡ്യൂസറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? നന്നായി അങ്ങോട്ട് മുരിഞ്ഞോട്ടെ, ഇല്ലേ ബോസ് മുരിക്കും. അതാ ഞാൻ പറഞ്ഞു. ഇതെന്താ ബോസേ, തിമിക്കലോ? ഇത് തിമിംഗലത്തിനെ വിഴുങ്ങുന്നൈറ്റാ പ്രതാപവർമ്മ. ബോസ് നിർത്തി പൊരിക്കാൻ പോവുക അല്ല ബോസേ? പാവം വർമ്മ 3 പീസായി. പ്രതാപവർമ്മ ഇന്നൊരു പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ കാശില്ലാഞ്ഞിട്ടല്ല,
അവൻ നമ്മുടെ കാശ് തരാനുള്ള പരിപാടിയില്ലെന്ന് മാത്രമല്ല, അവനും കമ്മീഷൻ കൂടി നമുക്കിട്ടൊരു മുട്ടം പണി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ അറിയാം. എന്ത് പണി? ഓന്റെ അടുത്ത പടത്തിന്റെ ലൊക്കേഷനിൽ മാസിൽ എൻ്റർ ചെയ്യുന്നു, 2 പഞ്ച് ഡയലോഗ് ഡയറക്ടറിന് പൊക്കി കൊണ്ട് പോരുന്നു. ഇത് ഇവന്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മുമ്പും പല ഫിനാൻഷ്യൽസിനെയും ഇവന്മാർ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാശ് ചോദിച്ചു വന്നപ്പോൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്തായി? നിങ്ങളുടെ കാശും പോയി, ഞാൻ കേസിലും പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ്. മകന്റെ തിരോധാനം. നല്ല നിർമ്മാതാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചു. പ്രശസ്ത നിർമ്മാതാവ് പ്രതാപവർമ്മയുടെ മകൻ ആദിത്യവർമ്മയെ കാണാനില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ പ്രതാപവർമ്മ പരാതി നൽകി. 3 വർഷമായിട്ട് അവൻ ഓസ്ട്രേലിയ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവൻ നാട്ടിലേക്ക് വന്നത്. ഇന്നലെ രാവിലെ അവൻ പുറത്തോട്ട് പോയതാ. പിന്നെ ഈ നേരം വരെയും ഒരു വിവരമില്ല. സർ, ചെറുപ്പക്കാരനായ ഒരു പയ്യനെ രാത്രി കാണാതാവുമ്പോഴേക്കും ഇത്ര പേടി തോന്നാനുള്ള കാരണം അതും ഒരു പോലീസ് കേസ് കൊടുക്കാൻ മാത്രം? ഒരു സിനിമയുടെ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും കുടുംബത്തിനും വധഭീഷണി ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ മോനെ അവൻ്റെ കൂട്ടുകാരനെയും കുറച്ചുപേര് ഒരു ഹോട്ടലിൽ വെച്ച് മർദ്ദിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്ന സമയത്താണ് മോൻ മിസ്സിംഗ് ആവുന്നത്. കുറച്ച് പൈസ കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും എന്നായിരുന്നു അവരുടെ ഭീഷണി. അതുകൊണ്ടാണ് എൻ്റെ മോനെ കാണാതെ ഇപ്പോൾ ഒരു പേടി. വളരെ നാളുകൾക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും ബ്ലേഡ് മാഫിയ തലപൊക്കിയിരിക്കുന്നു. ഇത്തവണ ഒരു സിനിമാ നിർമ്മാതാവാണ് അവരുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. പണിക്കരെ, താൻ പറഞ്ഞ പണി വന്നു. ഇത് നമുക്കൊരു ഗപ്പിനുള്ള പണിയാണ്. നിങ്ങളിവിടെ നിൽക്ക, ഞാനൊന്ന് പോയി കറങ്ങി വെച്ചു. ഞാൻ വരണോ? വേണ്ട, ഇങ്ങോട്ട്. എന്തായാലും ഇത്തവണത്തെ നമ്മുടെ പൂട്ട് ഏറ്റ് സാറേ. 2 ദിവസമായിട്ട് അവൻ്റെ ഒരു അനക്കവും ഇല്ല. ഇതിൽ നിന്നൊന്ന് ഊരണമെങ്കിൽ അവൻ കുറച്ച് വേർക്കും. എടോ, താൻ അമേരിക്കന്ന് കൊണ്ടുവന്ന പച്ചക്കുപ്പി എന്തേ? ഓ, അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്ക്. അവൻ ഇതുകൊണ്ടൊന്നും പേടിച്ചോടുന്ന ജാതിയല്ല. പൂട്ടുന്നെങ്കിൽ അവന്റെ മാളത്തിൽ കയറി തന്നെ പൂട്ടണം. പൂട്ടും. ആറിയുടെ മോൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇവനെവിടെ പോയി കിടക്കുക? നാറിയുടെ മോൻ, അത് കറക്റ്റാ. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വല്ല അറാമ്പറപ്പും കാണിക്കാൻ പോയിട്ടുണ്ടാവും. തൻ്റെ അല്ലേ മോൻ? നീ ആദ്യത്തിനൊരു മെസ്സേജ് ഇട്ടേക്ക്. അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞു. ഐസക്, അവന്റെ വീട്ടിൽ കയറി മൊത്തം തപ്പി സാർ. അവൻ ആ വേലക്കാരി തള്ളയിട്ട് മുങ്ങിയെന്നാ തോന്നുന്നത്. ഇന്നലെ തൊട്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാർ. കടവന്തറയാണ് ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സാർ. പപ്പ, എന്താണ് ഇത്? സാറിന്റെ ഓഫീസല്ലേ? ടിക് ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, വെയിറ്റിംഗ് ഫോർ കമ്മീഷണർ സാർ.